ലിവിംഗ് വാട്ടർ എന്ന തട്ടിപ്പ് പ്രസ്ഥാനം അടച്ചുപൂട്ടണമെന്ന് BDJS. പണം മോഷ്ടിച്ചെന്നാരോപിച്ച് കുട്ടിയെ ഫാനിൽ തലകീഴായി കെട്ടിത്തൂക്കിയ പിറവന്തൂർ വെട്ടിത്തിട്ടയിലെ വിവാദ സ്ഥാപനത്തിൽ യാതൊരുവിധ അംഗീകാരങ്ങളുമില്ലാതെ തിയോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, ലിവിംഗ് വാട്ടർ ബോർഡിംഗ് സ്കൂൾ, ബൈബിൾ സ്കൂൾ എന്നീ പേരുകളിൽ അനധികൃത സ്ഥാപനം നടത്തിവരികയാണ്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും കുട്ടികളെ കടത്തിക്കൊണ്ടുവന്ന് ചൂഷണം ചെയ്യുന്ന വെട്ടിത്തിട്ടയിലെ സ്ഥാപനം അടച്ചുപൂട്ടാൻ പഞ്ചായത്ത് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് BDJS പ്രവർത്തകർ പിറവന്തൂർ പഞ്ചായത്തിൽ പ്രതിഷേധിച്ചു. നിങ്ങളറിഞ്ഞോ നാട്ടാരെ, നമ്മുടെ പ്രിയനാമ്പാലകരെ പീഡിപ്പിക്കും പ്രസ്ഥാനം, ലിവിംഗ് വാട്ടർ പ്രസ്ഥാനം അടച്ചുപൂട്ടണം, അടച്ചുപൂട്ടുക സർക്കാരെ, അടച്ചുപൂട്ടുക സർക്കാരെ. പ്രതിഷേധം. ഇന്നീ സമരം സൂചന മാത്രം. ഇവിടെ നടന്ന വിവാദ ബാലപീഡനത്തിനെതിരെ ജീവനക്കാരെ മാത്രം പ്രതിയാക്കി കേസെടുത്ത നടപടി പ്രതിഷേധാർഹമാണ്. മാനേജ്മെന്റിനെതിരെയും കേസെടുക്കുവാൻ പോലീസ് തയ്യാറാകണമെന്നും ഇവരുടെ ഗൂഢലക്ഷ്യങ്ങളെപ്പറ്റി ദേശീയ അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കണമെന്നും BDJS ആവശ്യപ്പെട്ടു. പ്രതിഷേധം സംഘടിപ്പിക്കുവാനുള്ള സാഹചര്യം കഴിഞ്ഞ ദിവസം വെട്ടിത്തിട്ടയിലെ ലിവിംഗ് വാട്ടർ എന്ന് പറയുന്ന ഒരു മതപരിവർത്തന വിദേശ ഫണ്ട് ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരു തട്ടിപ്പ് സ്ഥാപനം, ആ സ്ഥാപനത്തിൽ നടന്ന ഒരു ബാലപീഡനവുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന പ്രതിഷേധങ്ങൾ, ആ പ്രതിഷേധ നാടകങ്ങൾ, ആ നാടകങ്ങളുടെ കണ്ടിട്ടാണ് ഞങ്ങൾ ഇത്തരത്തിലൊരു പ്രതിഷേധം, ഞങ്ങൾ വളരെ ചെറിയ സംഘടനയായിട്ട് കൂടി ഞങ്ങൾ ഇത്ര പേരെ സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുവാൻ തയ്യാറായിട്ടുള്ളത്. നമുക്കറിയാം, ഇവിടെ ആ പ്രസ്ഥാനം പ്രവർത്തിക്കുന്ന സ്ഥലത്തെ കെട്ടിടം, അവിടെ ഒരു കെട്ടിടത്തിന് മാത്രം നമ്പറുള്ള നെൽവയൽ നികത്തി, തണ്ണീർത്തട നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് നെൽവയൽ നികത്തി ഇവിടുത്തെ ഇടത് വലത് മുന്നണികളുടെ ഒത്താശയോടുകൂടി നെൽവയൽ നികത്തി പണി കഴിപ്പിച്ച കെട്ടിടത്തിൽ, ആ കെട്ടിടത്തിൽ ഒരു കെട്ടിടത്തിൽ മാത്രം നമ്പർ ഇട്ടുകൊണ്ട് അനധികൃതമായി പ്രവർത്തിക്കുന്ന ആ കെട്ടിടം പല സ്ഥലങ്ങളിലും അത് കോളേജ് എന്ന പേരിൽ, ബൈബിൾ കോളേജ് എന്ന പേരിൽ, ചില സ്ഥലത്ത് തിയോളജിക്കൽ കോളേജ് എന്ന പേരിൽ, ബോർഡിംഗ് സ്കൂൾ എന്ന പേരിൽ, പല വ്യാജ പേരുകളിൽ ഒരു പ്രസ്ഥാനം ഈ പഞ്ചായത്ത് ഭരണ സ്ഥിരാകേന്ദ്രത്തിന്റെ മൂക്കിന് താഴെ പ്രവർത്തിക്കുകയാണ്. ഇവിടെ നേരത്തെ ഭരിച്ചിരുന്നവരും ഇപ്പോൾ ഭരിച്ചിരുന്നവരുടെയൊക്കെ കണ്ണിന്റെ മുമ്പിലാണ് ഈ പ്രവർത്തനങ്ങൾ നടന്നത്. അവർക്കാണ് ഈ വിഷയത്തിൽ നടപടിയെടുക്കുവാൻ സാധിക്കുന്നത്. ആ മതപരിവർത്തന സ്ഥാപനം അവിടെ ഒരു മതപരിവർത്തന കേന്ദ്രമാണ്. അവിടെ മണിപ്പൂരിൽ നിന്നും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള യുവാക്കളെയും യുവതികളെയും കലാപബാധിത പ്രദേശങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് പോലും താമസിപ്പിക്കുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഈ രാജ്യത്തിന്റെ സുരക്ഷയെ തന്നെ ബാധിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നവരെ സംരക്ഷിക്കുവാനുള്ള കേന്ദ്രമാണോ അവിടെ പ്രവർത്തിക്കുന്നതെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് വ്യക്തമായ സംശയങ്ങളുണ്ട്. അത്തരമൊരു സ്ഥാപനം ഉടൻ അടച്ചുപൂട്ടുവാനുള്ള കാര്യങ്ങൾ ഈ പിറവന്തൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ പിറവന്തൂർ പഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ സമരത്തിനായിട്ട് വന്നിട്ടുള്ളത്. നമുക്കറിയാം, ഞാൻ മുമ്പേ സൂചിപ്പിച്ചു, മണിപ്പൂരിൽ രണ്ട് പ്രത്യേക വിഭാഗങ്ങൾ തമ്മിൽ കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ മണിപ്പൂരിലുള്ള കുട്ടികളെ വരെ ഈ പ്രസ്ഥാനത്തിൽ സംരക്ഷിച്ചു പോകുന്നു എന്ന് നമുക്കറിയാൻ സാധിക്കുന്നു. ആ നെൽവയലുകൾ നികത്തി കൊടുത്തത് ഇവിടുത്തെ ഇടത് വലത് പ്രസ്ഥാനങ്ങളുടെ മണ്ണ് മാഫിയകളാണ്. അവിടുത്തെ കെട്ടിടത്തിന് നമ്പർ ഇട്ട് കൊടുത്തത് ഇവിടുത്തെ പിറവന്തൂർ പഞ്ചായത്തിന്റെ മാറി വന്ന ഭരണസമിതികളാണ്. തുടർ പ്രവർത്തനങ്ങൾ അവർക്ക് വേണ്ടുന്ന ഒത്താശ ചെയ്തു കൊടുക്കുന്നത് ഇവരൊക്കെയാണ്. അപ്പൊ ഇവർക്കെതിരെ കൂടിയുള്ള പ്രതിഷേധം ഉയർത്തുവാൻ ഈ സമരം ഇവിടെ അവസാനിക്കില്ല. ഇവരുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും ആഭ്യന്തര വകുപ്പിനും ദേശീയ ആഭ്യന്തര വകുപ്പിനും ഞങ്ങളിതിൽ പരാതി കൊടുക്കും. വിദേശ ഫണ്ടുകൾ വന്നിട്ടുള്ളതിനെ പറ്റി പരിശോധന വേണം. വിദേശ ഫണ്ട് ഉപയോഗിച്ച് അവരെ ആരെയൊക്കെയാണ് സംരക്ഷിക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിയണം. ഇത്തരത്തിലുള്ള മതപരിവർത്തന പ്രവർത്തനങ്ങൾ ഇനി അവിടെ അവസാനിപ്പിക്കുവാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഈ സൂചന സമരം ഇവിടെ ഞാൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രദേശത്ത് ഇത്തരത്തിൽ നിയമവിരുദ്ധമായി ഒരു സ്ഥാപനം പ്രവർത്തിക്കുവാൻ ഇടയായ സാഹചര്യങ്ങളെയും ഇതിന് ഒത്താശ ചെയ്ത ഭരണകൂടങ്ങളെയും ഭരണാധികാരികളെയും പറ്റി അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണം. ദാരിദ്ര്യത്തെ മുതലെടുത്ത് മതപരിവർത്തനം പോലെയുള്ള നിന്ദ്യമായ ചൂഷണ പ്രവർത്തനങ്ങളും വിദേശ ഫണ്ട് തട്ടിപ്പുമാണ് ഇതിന്റെ മറവിൽ ഇവിടെ നടക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മണിപ്പൂർ അടക്കമുള്ള വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ കലാപബാധിത പ്രദേശങ്ങളിൽ നിന്ന് പോലുമുള്ള യുവതി യുവാക്കളെയും കുട്ടികളെയും ഈ സ്ഥാപനത്തിന്റെ മറവിൽ അനധികൃതമായി താമസിപ്പിച്ചു വരുന്നതായി
നടത്തുന്നതായി ആക്ഷേപമുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ സ്ഥാപനത്തിനെതിരെ ശക്തമായ അന്വേഷണങ്ങൾ നടത്തുവാനും ഈ സ്ഥാപനം അടച്ചുപൂട്ടുവാനും അവിടുത്തെ കുട്ടികളെ സർക്കാർ ഏറ്റെടുത്ത് മുഴുവൻ കുട്ടികൾക്കും കൗൺസിലിംഗ് കൊടുത്ത് മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും BDJS പത്തനാപുരം നിയോജക മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. നിയോജക മണ്ഡലം പ്രസിഡന്റ് MP ജയസൂര്യ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി രതീഷ് അലിമുക്ക് ഉദ്ഘാടനം ചെയ്തു. വിഷ്ണു ശിവൻകുട്ടി, ഗിരീഷ് മോഹൻ, ഉദയകുമാർ, ജിതിൻ ബാബു, N സുരേന്ദ്രൻ, ലക്ഷ്മി പ്രഭ എന്നിവർ സംസാരിച്ചു. നിയമപരമായ യാതൊരു സാധ്യതയുമില്ലാതെ, അതായത് ഒരു രീതിയിലുള്ള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അറിവോടോ അല്ലെങ്കിൽ മറ്റ് സാങ്ഷനോട് കൂടിയോ നടക്കാതെ ഈ ഒരു പ്രസ്ഥാനം മതപരിവർത്തനം നടത്തുന്നതിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു സ്ഥാപനമായി മാറിയ വിവരം വളരെ വൈകിയാണ് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ അവിടെ മറ്റ് സമൂഹത്തിലെ മറ്റ് ജാതിയിൽ നിന്ന് കുട്ടികളെ പല ഗിമ്മിക്കുകൾ കാട്ടി കൊണ്ടുവരികയും അവരെ മതപരിവർത്തനം നടത്തി നമ്മുടെ ദേശത്തിന് ദോഷകരമായ രീതിയിൽ വളർത്തിയെടുക്കുന്ന ഒരു രീതിയാണ് ഈ പറയുന്ന പ്രസ്ഥാനം അവലംബിച്ചിരിക്കുന്നത്. US ബ്യൂറോ, കൊല്ലം. Sevens Golden Diamonds, എരമല്ലൂർ, വടതല.